ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ: പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. അതായത് നമുക്ക് പിറകെ വന്നവർ നമ്മുടെ മുമ്പിൽ കയറി നിൽക്കുക, അത് നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിൻ്റെ സമ്പ്രദായം, ഒരു മാനദണ്ഡം അങ്ങനെയാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. അതായത് മുന്നിൽ വന്നവർക്ക് ആദ്യം പരിഗണന കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലോ ഒക്കെ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം വരുന്നവരെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശേഷം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നാലെ വന്നവർ ആരെങ്കിലും മുമ്പിൽ കയറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഒച്ച വെക്കും, അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടും. അങ്ങനത്താണ് ലോകത്തെ സമ്പ്രദായം. എല്ലാ കാര്യം ഇപ്പം നമ്മൾ ജോലിയുടെ കാര്യത്തിലായാലും ജോലി സംബന്ധമായ കാര്യത്തിലായാലും നമ്മൾ ചെയ്യുന്നത്, ഇപ്പം 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന വേതനമല്ല നമ്മൾ 1 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്നത്. ആ 1 മണിക്കൂർ ജോലി ചെയ്ത ആൾക്ക് ആ 1 മണിക്കൂറിൻ്റെ പൈസയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിനെല്ലാം കീഴ്മേൽ മറിക്കുന്ന ഒരു രീതിയായി ഈശോയെ നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറയുന്നത്, നിൻ്റെ ഒരു കണ്ണ് എടുത്താൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവമ്പുരാൻ പറയുന്നത് അതല്ല പറയുന്നത്. നിൻ്റെ ഒരു ചുവട്ടത്ത് അടിച്ചാൽ മറ്റേ ചുവട് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിൻ്റെ പുതപ്പ് ആരെങ്കിലും പറിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ഉടുപ്പൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു അടിമത്ത കാലത്ത്, റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തമുള്ള കാലത്ത് യഹൂദന്മാരെയൊക്കെ കണ്ടമാനം പീഡിപ്പിക്കുമായിരുന്നു. അതൊക്കെ എതിർപ്പായിരുന്നു. ഈ റോമാ പൗരന്മാർ ആരെങ്കിലും ഏതെങ്കിലും സാധനം എടുത്തുകൊണ്ട് വരുന്നത്, ഇപ്പോൾ ഒരു യഹൂദനെ കണ്ടാൽ പറയും, ഇതെടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പറയും. അപ്പോൾ അത് ദേഷ്യമാവന്മാർക്ക്. അപ്പോൾ യേശുവമ്പുരാൻ പറയുന്നത് എന്താണ്? നിന്നോട് ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ നീ അവരോട് 2 ചുവട്, ആ ചുവട് എടുത്തുകൊണ്ട് പോയി 2 ചുവട് കൂടെ 1 കിലോമീറ്റർ നടക്കാതെ 2 കിലോമീറ്റർ നടന്നേക്കണം. ഇതൊക്കെയാണ് പറയുന്നത്. അത് നമുക്കറിയാം, പഴയകാല നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ശിഷ്യന്മാർ ഗുരുവിൻ്റെ കാല് കഴിയുന്നതാണ് സമ്പ്രദായം, കീഴ്വഴക്കം. എന്നാൽ യേശുവമ്പുരാൻ കാണിച്ചതിന് നേരെ എതിരാണ്. അതായത് ഗുരു തന്നെ ശിഷ്യൻ്റെ കാല് കഴിയാണ്, ശിഷ്യന്മാരുടെ കാല് കഴിയാണ്. അപ്പം എല്ലാം കീഴ്മേൽ, നമ്മുടെ മാനദണ്ഡങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങളെല്ലാം കീഴ്മേൽ മറിക്കുന്ന രീതിയിലാണ് ബൈബിൾ പറയുന്നത്. അപ്പം നമുക്ക് കണ്ട യെരൂശലേം ദേവാലയത്തിൽ ഈ വെച്ചുവാണിപ്പക്കാരുടെ പ്രാവുകളെ വിൽക്കുന്നവരുടെയൊക്കെ മേശകളെ മറിച്ചിടുന്ന പോലെ നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ മറിച്ചിടുകയാണ്. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ മുമ്പന്മാർ പിമ്പന്മാരാകുക. അതായത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ, അദ്ദേഹം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിങ്ങ പറിക്കാനായിട്ട്, മുന്തിരിങ്ങ എല്ലാം പറിച്ചു കൂട്ടുവാനായിട്ട് കുറേ ആൾക്കാരെ വിളിക്കുകയാണ്. രാവിലെ പുലർച്ചയ്ക്ക് വന്ന കുറേ ആൾക്കാർ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 1 ദിനാർ തരാം, ഒരു വെള്ളിക്കാശ് തരാം, പോയി പണി ചെയ്യണമെന്ന് പറയും. അവരോട് കൂലി പറയുന്നുണ്ട്. പിന്നെയും കുറേ നേരം കഴിയുമ്പം 9-ാം മണി നേരത്ത്, 3-ാം മണി നേരത്ത്, 11-ാം മണി നേരത്ത് അന്ന് കുറേയേറെ ആൾക്കാർ മെനക്കെട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അവരോടും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ന്യായം തരാം എന്ന് പറയുന്നുണ്ട്. ആ 11-ാം മണി നേരത്ത് കുറേ ആൾക്കാർ മെനക്കെട്ട് നിൽക്കുന്നുണ്ട്. അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. പറയുന്നുണ്ട്, ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക്കൊണ്ടാന്ന് പറയുന്നുണ്ട്. അവരോടും പറയുന്നുണ്ട്, നിങ്ങൾ പോയി ചെയ്തോളാൻ പറയുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം, ഒരുപക്ഷെങ്കിൽ അവിടെ മഴ വരുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ കുറേയേറെ ആൾക്കാർ, ചുമ്മാ നിൽക്കുന്ന ആൾക്കാരെ കൂടെ വിളിച്ചെടുത്തുകൊണ്ട് പോയി ഈ മുന്തിരിങ്ങ പറിച്ചിട്ട് ചക്കിലാക്കണം. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ആക്കുന്നത്. അത് ഈ തോട്ടത്തിൻ്റെ, ആ തോട്ട ഉടമയുടെ അല്ലെങ്കിൽ ആ മുതലാളിയുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ആദ്യം 6-ാം മണി വന്നവന് 12 മണിക്ക് ജോലി ചെയ്താൽ അവനെ വിളിച്ച് ആദ്യം കൊടുക്കും അവൻ്റെ ശമ്പളം. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇന്ന് ഇവിടെ നേരെ തിരിച്ചാൽ ഏറ്റവും ഒടുവിൽ 11-ാം മണി നേരത്ത് വന്നവനെ വിളിച്ചിട്ട് 1 ദിനാർ കൊടുക്കുകയാണ്. 1 ദിനാർ കൊടുക്കുമ്പം ഈ രാവിലെ മുതൽ 12 മണിക്കൂർ വെയിലും ചൂടും ഒക്കെ സഹിച്ച്, മഴയും വെയിലും ഒക്കെ സഹിച്ച് ജോലി ചെയ്ത 12 മണിക്കൂർ ജോലി ചെയ്തവൻ്റെ മനസ്സിലൊരു കിളി പൊട്ടുകയാണ്. ആ 1 മണിക്കൂർ അവൻ ജോലി ചെയ്തപ്പം 1 ദിനാർ കിട്ടിയെങ്കിൽ, 1 വെള്ളിക്കാശ് കിട്ടിയെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും 12 വെള്ളിക്കാശ് കിട്ടുമെന്ന് അവൻ്റെ ചിന്ത. എന്നാൽ അതിനെയൊക്കെ തകിടം മറിച്ചു. ഇതുപോലെ ഞാൻ പറഞ്ഞ ആ പീഠങ്ങളെ മറിച്ചിടുന്ന പോലെ അവനും 1 കീടിയാണ് കിട്ടി. ഈ 12 മണിക്കൂർ ജോലി ചെയ്തവനും 1 ദിനാറാണ് കിട്ടിയത്. അപ്പോഴവൻ പിറുപിറുക്കുകയാണ്, പറയുകയാണ്, കണ്ടോ, ആ 1 മണിക്കൂർ ജോലി ചെയ്തവൻ്റെ അതുപോലെ എന്നെയും പരിഗണിച്ചെന്ന് പറയുമ്പം
ഈ ഈ ഉടയവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്തിനാ സഹോദര വഴക്കിടുന്നത്, കലഹിക്കുന്നത്? നിന്നോട് ഞാൻ അന്യായവും ചെയ്യുന്നില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞത് ഒരു ദിനാറാണ്, അത് നിനക്ക് തന്നു, അത് മറ്റവന് കൊടുത്തത് എൻ്റെ മനസ്സാ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ലോകസഹജമാണ്, നമുക്ക് സഹിക്കത്തില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും പണി ചെയ്തിട്ട് നമ്മൾ 12 മണിക്കൂർ ജോലി ചെയ്യുകയും ഏറ്റവും ഒടുവിൽ വൈകുന്നേരം 5 മണിക്ക് വന്ന ഒരാളിന് അവന് നമ്മുടെ സെയിം കൂലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസം വരും. എന്നാൽ ഇതാണ് ദൈവനീതി എന്ന് പറയുന്നത്. ഇവിടെ സത്യത്തിൽ ഈ കൂലി, ഒരു ദിനാറെന്ന് പറയുന്നത് സത്യത്തിൽ കൂലിയല്ല, ഒരു ദിവസത്തെ അന്നമാണ്, ഒരു നേരത്തെ അന്നമായിരിക്കാം ചിലപ്പം. അവിടെ ആ 11 മണി നേരത്ത് വന്നവനും പട്ടിണി കിടക്കരുതെന്നുള്ളതാണ്. അവൻ അന്നമില്ലാതെ കിടക്കരുത്, അവൻ്റെ കുടുംബം പട്ടിണി കിടക്കരുതെന്നുള്ള ചിന്തയാണ് ആ നല്ലവനായ ആ ഉടയവന്, തോട്ടക്കാരനുള്ളത്. അതാണ് അവിടെ സത്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആരും പട്ടിണി കിടക്കരുതെന്നുള്ള ചിന്താഗതിയിലൂടെയാണ് ആ ഉടയവൻ വിളിച്ചു തീർക്കുന്നത്. അതുമല്ല, നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, പല സന്ദർഭങ്ങളിൽ വിളിക്കുന്നുണ്ട്. അതായത് പുലർച്ചയ്ക്ക് 1 മണി വിളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 3 മണി നേരത്ത് വിളിക്കുന്നുണ്ട്, 6 മണി നേരത്ത് വിളിക്കുന്നുണ്ട്, 9 മണി 11 മണി നേരത്ത് വിളിക്കുന്നുണ്ട്. ഈ സമയമെല്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. അത് ചെറുപ്പക്കാരാണ്, അത് അല്പം കൂടെ മുതിർന്നവരാണ്, മധ്യവയസ്കരാണ്, അത് കഴിഞ്ഞിട്ട് ഈ വാർദ്ധക്യത്തുള്ളവരാണ്. ഈ പല സ്റ്റേജിലുള്ളവരും അവരുടെ ജോലിയുടെ പെർഫോമൻസ്, അവരുടെ ആരോഗ്യം, അവരുടെ ജോലി ചെയ്യാനുള്ള സ്കില്ല് പലതാണ്. പലരും ഈ ഒരു ജോലിയുടെ സ്കില്ല് അല്ലെ പ്രായത്തിൻ്റെ രീതിയിലൊക്കെയാണ് പ്രത്യേകിച്ച് ആൾക്കാരെയൊക്കെ ജോലിക്ക് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലൊക്കെ ഈ ജോലിക്ക് പോകുന്ന ഇവിടുന്ന് കടത്തിന്മേൽ കടമാക്കിയായിരിക്കും അവിടെ പോകുന്നത്. അവിടെ ഇവർക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല. അവിടെ ചെല്ലുമ്പോൾ കോൺട്രാക്ടർമാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നല്ല കഴിവും മിടുക്കും ആരോഗ്യമുള്ളവരെ കൊണ്ടുപോയി അവരെ ഇഷ്ടംപോലെ വേല ഏൽപ്പിക്കും. ഈ പുതിയതായിട്ടൊന്ന് ഫ്രഷേഴ്സിനെ ആരും വിളിക്കത്തില്ല. കാരണം അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ പണിയാണ്, അവർക്ക് ജോലി പറഞ്ഞു കൊടുക്കണം, ഒന്നുകൂടെ അവർക്ക് തലവേദന, അതുകൊണ്ട് ആരും വിളിക്കത്തില്ല. അപ്പോൾ അവൻ്റെ അന്നം മുട്ടുകയാണ്. ഇവിടെ ഈ മുതലാളി കാണിക്കുന്നത് അവൻ്റെ അന്നം മുട്ടാതിരിക്കാൻ വേണ്ടി ജോലി ചെയ്യാൻ അറിയാൻ വയ്യാത്തവനെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അതുപോലെ തന്നെ 11 മണി നേരത്തവൻ എന്നെ വിളിക്കുന്നവൻ പറയുന്നുണ്ട്, ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാകൊണ്ടാന്ന് പറയുന്നുണ്ട്. ഈ ഒരു അനുഭവം വളരെ വാർദ്ധക്യത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആർക്കും വേണ്ട, നമുക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ വീട്ടിൽ പല പ്രശ്നങ്ങളായിരിക്കും. ആ വീട്ടിൽ പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് യഥാസമയം ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഉള്ളവരായിരിക്കാം. വീട്ടിലെ ഭാര്യ അസുഖമായി കിടക്കുമായിരിക്കും, അവരുടെ അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ വിടണമായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് 9 മണി നേരത്തൊക്കെ വന്ന് നിൽക്കുന്നത്. രാവിലെ മറ്റ് ഉത്തരവാദിത്വമില്ലാത്തവരെ പോലെ പെട്ടെന്ന് വരാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ദൈവം തമ്പുരാൻ അവനും പട്ടിണി കിടക്കുന്ന രീതിയിൽ അവനെ കൂടെ ചേർത്തുന്നത്. പ്രത്യേകിച്ച് ഈ വടക്കേന്ത്യയിലൊക്കെ ഈ ഉജ്ജയിനി പോലുള്ള സ്ഥലത്ത് പഴയ കാലത്ത് ഈ ഗണിക സമുദായമുണ്ട്. അതായത് അവരുടെ ശരീരം വിട്ടാണ് അവർ ജീവനമാർഗം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചെറുപ്പക്കാരായ വളരെ യൗവനക്കാരായ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും, കസ്റ്റമറെ കിട്ടും. എന്നാൽ ഈ പ്രായമൊക്കെ ആകുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ, വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ ആരും അവരെ സൗന്ദര്യമൊക്കെ നശിച്ചു കഴിയുമ്പോൾ ആരും അവരുടെ അടുത്ത് വരത്തില്ല, അവർ പട്ടിണി കിടക്കുന്നൊരവസ്ഥ. ആ അവസ്ഥയൊക്കെ ഒന്ന് മാറണം. അതായത് എല്ലാവരെയും, ആരും ഈ ലോകത്ത് പട്ടിണി കിടക്കാൻ, അന്നമില്ലാതെ കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ മുതലാളി, ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ 11 മണി നേരത്ത് അവരുടെ അന്നം മുടക്കുകയാണ്. അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത്, ഈ 1 മണി നേരത്ത് വന്ന് ആരോഗ്യമുള്ളവൻ പിറുപിറുക്കുന്നുണ്ട്. അവന് 1 മണിക്കൂർ നേരം മാത്രം വേല ചെയ്തിട്ട് അവന് അത്രയും പൈസ കൊടുത്തു, എനിക്കും അത്രയും തന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഈ പിറുപിറുക്കുന്നവൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാളെയും ഈ ഒരവസ്ഥ നമുക്കും വരുമെന്നുള്ളതാണ്. ആരും നമ്മളെ വിളിക്കാത്തൊരവസ്ഥ, ഈ പ്രായമാകുന്ന ഒരവസ്ഥ, സൗന്ദര്യം പോകുന്ന ഒരവസ്ഥ, അന്നേരം നമ്മളെ ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്തും ഇതുപോലെ നമ്മളെ ആരെയെങ്കിലും വിളിക്കും. അപ്പോൾ അതുകൊണ്ട് അസൂയപ്പെടാൻ പാടില്ല, അവനെയും ചേർത്ത് നിർത്തേണ്ട ആവശ്യമാണ് എന്നുള്ളതാണ് അവിടെ വേറൊരു ആശയം എന്ന് പറയുന്നത്. 3-ാമത്തെ ആശയം എന്ന് പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് താമസിച്ചിട്ടില്ല. നമ്മളൊക്കെ പല കുറ്റബോധങ്ങൾ കൊണ്ട് പള്ളിയിലും അല്ലെങ്കിൽ ഇടവകയിലൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കാതെ, നമ്മളെ ആരും പരിഗണിക്കില്ലാതെ കഴിയുമ്പം യേശുവമ്പുരാൻ പറയുകയാണ്, നിനക്കും ഇനിയും സമയമുണ്ട്. നീ തെറ്റ് ചെയ്ത് കുറ്റബോധം കൊണ്ടോ നഷ്ടബോധം കൊണ്ടോ നീ മാറി നിൽക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വേലപണിക്കായി ഈ അവസാന ഘട്ടത്തിലും ദൈവം നിന്നെ ചേർത്ത് നിർത്തുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മാറി നിൽക്കേണ്ട, ദൈവവേലയ്ക്കായിട്ട് മനം ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ഇനിയും നമ്മൾ സമയം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. നീയും ദൈവവേലയ്ക്കായി വന്നു ചേരണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉപമ അവിടെ പൂർത്തീകരിക്കുന്നത് യേശുവമ്പുരാൻ
തൻ്റെ 11-ാം മണി നേരത്താണ്, തൻ്റെ ജീവിതം കൊണ്ടാണ്, കാൽവറിയിലാണ്. തൻ്റെ ഈ 33.5 കൊല്ലക്കാലം ഈ ലോകത്തിൽ അനാഥരെയും പാവപ്പെട്ടവരെയും ചുങ്കക്കാരെയും ഒക്കെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും അവർക്ക് വേണ്ടി യഹൂദന്മാരോട് വഴക്കുണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് യേശുവിനെ കുരിശിലേറുന്നത്. അങ്ങനെ ആർക്കും സ്വയം ബലിയാടാകുവാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാകുവാണ്. അങ്ങനെ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ഈ ലോകത്തിന് വേണ്ടി അങ്ങനെ കുരിശിൽ കയറുമ്പോൾ ഈ ജീവിതം മൊത്തം കൊള്ളയും കൊലുവെപ്പും മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരുടെ മോഷ്ടിച്ചും ഒക്കെ കഴിഞ്ഞ് ഒരുത്തന് എന്നോട് പറയുവാണ്, കർത്താവേ, നിൻ്റെ കൂടെ എനിക്ക് ഓഹരി വേണം, നിൻ്റെ കൂടെ എനിക്കും സ്ഥാനം തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവനെ ചേർത്ത് 11-ാം മണി നേരത്ത് ഏറ്റവും അവസാനം ആ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിഞ്ഞൊരു മനുഷ്യൻ, ആ വലതുഭാഗത്തെ കള്ളൻ, അവനെ ചേർത്ത് നീ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷയിലിരിക്കും. അവൻ ഇന്ന് പ്രതീക്ഷയില്ല, കർത്താവിനോട് പ്രതീക്ഷയാണ്. പ്രിയമുള്ളവരെ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. 11-ാം മണി നേരത്തും നമുക്ക് ദൈവത്തിലേക്ക് തിരിയുവാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്തിൽ ആരും അന്നം കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിശന്നിരിക്കുവാൻ പാടില്ല. അവരെയും നമുക്ക് ചേർത്ത് നിർത്തണം. ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ഇതുപോലെ ആരും വിളിക്കായി കൊണ്ട് അവഗണനയുടെയൊക്കെ അനുഭവത്തിലാകുമ്പോൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നവരുണ്ട്. അവരൊക്കെ നമുക്ക് ചേർത്ത് നിർത്തുമ്പോഴാണ് ദൈവം തമ്പുരാൻ്റെ ആ ഒരു മനസ്സ് നമ്മളെ വരുന്നതും നമ്മളും യേശുതമ്പുരാനെ പോലെ ആകുന്നു അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.